أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1241 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിൻ്റെ ആമുഖം 3-ാം ഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. صدق الله العلي العظيم. സൂറത്ത് നൂറിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകൾ ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളെ കുറിച്ചല്ല ചർച്ച നമ്മൾ ഈ സെഷന്റെ തുടക്കം എന്ന നിലയ്ക്ക് ചില ആയത്തുകൾ പാരായണം ചെയ്തു എന്നേ ഉള്ളൂ. സൂറത്ത് നൂറിനെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ 1-2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 64 ആയത്തുകളുള്ള മദീനയിൽ അവതരിച്ച സൂറത്ത് നൂർ വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്തായിട്ട് നമ്മൾ കാണുകയുണ്ടായി. സൂറത്ത് നൂറിന്റെ പേര് വരുന്നത് ഇതിലെ 35ാമത്തെ ആയത്തുന്നൂർ എന്നറിയപ്പെടുന്ന
ആയത്തിലെ പരാമർശത്തിൽ നിന്നാണ് എന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും ഏകദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര പശ്ചാത്തലമാണ് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിന്റെ അവതരണത്തിനെ തുടർന്നുള്ള ഏതാനും മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് സൂറത്തുൽ നൂറിന്റെ അവതരണം എന്ന് നമ്മൾ ഒരു ധാരണയിലേക്ക് എത്തുകയുണ്ടായി. സൂറത്തുൽ അഹ്സാബില് പരാമർശിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതൃ സഹോദരിയുടെ പുത്രി അബൂ താലിബിന്റെ ഒക്കെ സഹോദരിയായിരുന്ന സ്ത്രീയുടെ പുത്രിയായ സൈനബ് ബിൻത്ത് ജഹ്ഷിനെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായി. സൂറത്തുൽ അഹ്സാബില് സൈനബ് ബിൻത്ത് ജഹ്ഷിനെ വിവാഹം ചെയ്യാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നതും അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത് അഹ്സാബ് യുദ്ധത്തില്, ഖന്തഖ് യുദ്ധത്തില് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിനകത്ത് ആഭ്യന്തരമായ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഒരവസരം വീണ് കിട്ടിയ പോലെയാണ് അവര് പ്രയോജനപ്പെടുത്തുകയുണ്ടായത്. നമ്മളതിന്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ വീണ്ടും പോകുന്നില്ല. എന്തായാലും ആ സംഭവം വിവരിക്കപ്പെടുന്നത് സൂറത്തുൽ അഹ്സാബിലാണ്. സൂറത്തുൽ നൂറില് അതിനെക്കുറിച്ചുള്ള പരാമർശമൊന്നുമില്ല. പക്ഷെ അത് ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ മദീനയിലെ ആ സമൂഹത്തെ സൈനികമായി ഇനി തകർത്ത് കളയാൻ മക്കയിലെ മുശ്രിക്കുകൾക്കും കുഫാറുകൾക്കും അവരെ പിന്തുണക്കുന്ന ഗോത്രങ്ങൾക്കും അതുപോലെ മദീനയിലെ മുനാഫിക്കുകൾക്കും അതുപോലെ യഹൂദ ഗോത്രങ്ങൾക്കും ഒന്നും ഇനി സാധിക്കുകയില്ല എന്ന ഒരു കാര്യമാണ് അഹ്സാബ് യുദ്ധത്തിലെ വമ്പൻ പരാജയം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായത് ഖുറൈശികളുടെ ആക്രമണത്തെ നിങ്ങൾക്കിനി ഇങ്ങോട്ട് അവർ ആക്രമിക്കുന്ന വിധത്തിൽ നേരിടേണ്ടി വരില്ല, മറിച്ച് നിങ്ങൾ അവർക്കെതിരെ മുന്നേറ്റം നടത്തുകയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ കാര്യവും നമ്മൾ കണ്ടു. അപ്പൊ അതിനെ തുടർന്നാണ് മുസ്ലിം സമൂഹത്തെ ആഭ്യന്തരമായിട്ട് തകർക്കാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലിയിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ നീങ്ങുന്നത്. അതിന് ഏറ്റവും പ്രയോജനകരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ട ഒരു സംഭവമാണ് സൈനബ് ബിൻത്ത് ജഹ്ഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നു എന്ന ആ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് ബിനുൽ ഹാരിസിന്റെ വിവാഹമോചിതയായ സ്ത്രീയാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ തന്നെ നല്ല പരിചയം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അള്ളാഹു വളരെ ശക്തമായ കർക്കശമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാഹം നടക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. അള്ളാഹു അതിലൂടെ ചില നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് എന്നത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. രണ്ടാമത്തെ ഒരവസരമായിട്ട് അവര് പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം വിശദമായിട്ട് ഈ സൂറത്തുൻ നൂറിൽ വരുന്നുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇവിടെ രണ്ട് പ്രവാചക പത്നിമാരാണ് ഇവർക്ക് ലക്ഷ്യമിട്ട് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ ആക്രമിക്കാൻ അവര് ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോ ഒന്നാമത്തെ സംഭവത്തില് സൈനബ് ബിൻത്ത് ജഹഷ് കഥാപാത്രമായിട്ട് വരുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തതില് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇതില് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. ഇത് ബനുൽ മുസ്തലിഖ് ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണ്. ആ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധം, യഥാർത്ഥത്തില് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് ഹിജ്റ 6-ാം വർഷത്തിലാണ്, അഹ്സാബിന് ശേഷം. അതായത് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെയുള്ള ചില സൈനിക ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് അറിയാൻ കഴിഞ്ഞപ്പോ, അതുപോലെ സമീപസ്ഥരായ ചില ഗോത്രങ്ങളെ തങ്ങളുടെ പക്ഷത്ത് തങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി അവര് പ്രേരിപ്പിച്ച് കൂടെ കൂട്ടുന്നുണ്ട് എന്ന കാര്യമൊക്കെ രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞപ്പോ വലിയൊരു സൈന്യത്തെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേരെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അവരുടെ നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അവര് അപകടം വരുത്തുന്നതിന് മുമ്പ് തന്നെ അവരെ അമർച്ച ചെയ്യണം, തല പൊക്കാൻ അവസരം കൊടുക്കരുത് എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. കാരണം അഹ്സാബ് യുദ്ധത്തോടുകൂടി അത്തരം പ്രവണതകളെ തന്നെ മുദ്ര വെച്ച് കഴിഞ്ഞതാണ്. ഇനി അത്തരം ശക്തികളെ തല പൊക്കാൻ അനുവദിച്ചാൽ അത് ഇസ്ലാമിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തുടക്കത്തിലെ അതിനെ നുള്ളിക്കളയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖുകാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നത്. അതിനെ തുടർന്നുണ്ടായ അത് കഴിഞ്ഞ് ബനുൽ മുസ്തലിഖുകാരെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പോലും വിടാതെ ബന്ദികളായി പിടികൂടുകയും അവരുടെ സ്വത്ത് വകകള് ആ വിധത്തില് യുദ്ധാർജിത മുതലുകളായിട്ട് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണത്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും മദീനയിലേക്ക് മടങ്ങുകയാണ്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ബനുൽ മുസ്തലിഖുകാർക്ക് എതിരിലുള്ള യുദ്ധത്തിന് പുറപ്പെടുമ്പോ മുനാഫിഖുകളുടെ ഒരു വലിയ സംഘം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടുന്നുണ്ട്. പലപ്പോഴും അവര് യുദ്ധത്തിന് പുറപ്പെടുമ്പോ പല കാരണങ്ങളും ഉണ്ടാക്കിയിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് നേരത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ബനുൽ മുസ്തലിഖിനെ നേരിടാനുള്ള ആ യുദ്ധത്തിനുള്ള യാത്രയിൽ മുനാഫിഖുകൾ വളരെ കൂടുതലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുന്നുണ്ട്. ഈ ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്ന ഈ വിഭാഗം യഥാർത്ഥത്തില് ഖുസാഅ ഗോത്രത്തിന്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു ഭാഗമാണ് ബനുൽ മുസ്തലിഖ് എന്ന് പറയുന്നത്. ഖുസാഅ എന്നതാണ് അവരുടെ വിശാലമായ ഗോത്രപ്പേര്. അപ്പൊ അവര് താമസിച്ചിരുന്നത് ചെങ്കടലിനും അതുപോലെ തന്നെ ഈ ചെങ്കടലിന്റെ തീരത്തായിട്ട് ജിദ്ദക്കും റബാഹ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിനും ഇടക്കായിട്ടുള്ള ഒരു പ്രദേശം. ആ പ്രദേശം അറിയപ്പെടുന്ന ബുദൈദ് എന്നാണ്. ബുദൈദ് പ്രദേശത്താണ് ഇവര് അധിവസിച്ചിരുന്നത്, ഈ ബനുൽ മുസ്തലിഖ് ഗോത്രം എന്ന് പറഞ്ഞാൽ മക്കയോട് വളരെയൊന്നും അകലെയല്ലാത്ത ഒരു പ്രദേശം. ഇവര് മുറൈസിയ തടാകത്തിന്റെ പരിസരത്താണ് ഈ ഗോത്രത്തിലെ ആളുകൾ താമസിച്ചിരുന്നത്. ചെങ്കടലിന്റെ തീരത്തായിട്ടുള്ള ഒരു പ്രദേശം. അത് അവരുടെ ഒരു ആസ്ഥാനമായിട്ട് ഈ മുറൈസി തടാകത്തിന് ചുറ്റുമായിട്ടുള്ള ഇടമാണ് അവര് അധിവസിച്ചിരുന്ന അവരുടെ കേന്ദ്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരെ നേരിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ മുന്നേറ്റം അത് ബനുൽ മുസ്തലിഖ് യുദ്ധം എന്നറിയപ്പെടുന്ന പോലെ തന്നെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അത് ഈ തടാകത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുറൈസിയ യുദ്ധം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഇവര് മുസ്ലിങ്ങൾക്ക് എതിരിൽ യുദ്ധസന്നാഹം ചെയ്യുന്ന വിവരം അറിഞ്ഞ മുറക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പല ഗോത്രങ്ങളുടെയും പിന്തുണ നേടുന്നുണ്ട് എന്നുകൂടി അറിയാൻ കഴിഞ്ഞപ്പോൾ സൈന്യവുമായിട്ട് പുറപ്പെടുന്നതും കുഴപ്പം തലപൊക്കുന്നതിന് മുമ്പ് തന്നെ അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നത്. അപ്പോ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന
മുനാഫിക്കുകളുടെ നേതാവുണ്ട് മദീനയിൽ. യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുന്ന ആ ഘട്ടത്തില് മദീനക്കാരുടെ രാജാവായിട്ട് വാഴിക്കപ്പെടാൻ പോയിരുന്ന ഒരാളാണ് ഇദ്ദേഹം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ആഗമനം ഇദ്ദേഹത്തിന്റെ സാധ്യതകളെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന ഒരു അസംതൃപ്തിയും അതുകൊണ്ടുള്ള ഒരു പകയും ഒക്കെ ഇയാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്നത് ചരിത്ര സ്രോതസ്സുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോ ഇദ്ദേഹവും നബി സല്ലല്ലാഹു ഇവര് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യും അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്ന അതോടുകൂടി തങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി ഇവരോടൊപ്പം നിന്നുകൊണ്ട് സാധ്യമായ പലതും നേടിയെടുക്കാം എന്ന നിലക്കാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ തലപൊക്കുകയും ഇവർക്കെതിരില് വല്ല ചലനങ്ങളും ഉള്ളിലൂടെ ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നൊക്കെ എന്നുള്ള നിലക്കാണ് ഇവര് നബിയോടൊപ്പം കൂടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഈ ബനുൽ മുസ്തലിഖുകാർക്കെതിരിലുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ അബ്ദുല്ലാഹിബ്നു ഉബയ്യും അനുയായികളും ഒക്കെ തന്നെ കൂടെ നബിയെ പിന്തുണച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോ മുറൈസീന് അടുത്ത് വെച്ചാണ്, മുറൈസി തടാകത്തിന്റെ പരിസരത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ നേരിടുന്നത്. ഈ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരെ നേരിടുന്നത്. അങ്ങനെ ഗോത്രത്തെ വളരെ എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് വളഞ്ഞുകൊണ്ട് അവരെ തടവിലാക്കി. അങ്ങനെ അവരുടെ സാധന സാമഗ്രികളൊക്കെ പിടിച്ചെടുത്തു. അവയോടൊപ്പം ഒന്നിച്ചാണ് അവരുടെ മേല് അതൊക്കെ യുദ്ധ സ്വത്ത് മുതലുകളായി പിടിച്ചെടുത്തുകൊണ്ടാണ് അവരെ ബന്ദികളാക്കുന്നതൊക്കെ. അപ്പൊ അതിനെ തുടർന്ന് മുസ്ലിങ്ങളുടെ സൈന്യം മുറൈസിയയിൽ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ മദീനയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മുറൈസിയയിൽ വിശ്രമിക്കുന്ന നേരത്ത് ഒരു പ്രശ്നം ഉടലെടുത്തു. അത് ചെറിയൊരു തർക്കവും വാക്കേറ്റവും ഒക്കെയാണ്. രണ്ടാളുകൾ തമ്മിലുള്ള തർക്കമാണ് ഉണ്ടാവുന്നത്. ജഹ്ജഹ് ബിൻ മസ്ഊദ് ഗഫാരി എന്നറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭൃത്യനും അതുപോലെ സിനാന് ബിൻ വബ്റുൽ ജുഹനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖസ്റജ് ഗോത്രക്കാരനായ അൻസാറുകളുടെ സംഘത്തിൽപ്പെട്ട ഒരാള്. അൻസാറുകളുടെ കുടുംബമാണ്, സഖ്യഗോത്രമാണ് ജുഹനി കുടുംബം. അപ്പൊ അങ്ങനെ ഒരാളും തമ്മിൽ ഒരു വലിയ തർക്കം ഉണ്ടായി. ഈ തർക്കം എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കമാണ്. ചെറിയ നിസ്സാരമായ ഒരു വിഷയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില വ്യക്തികള് ഇസ്ലാമിനോടുള്ള ആഭിമുഖ്യം വേണ്ട വിധത്തില് ഉണ്ടായി വന്നിട്ടില്ലാത്ത പല ഭൗതിക താല്പര്യങ്ങളുടെയും അടിമകളായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന ചില ആളുകളും ആ സമൂഹത്തില് ഉണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ തർക്കം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനും ഈ ജുഹനി ഗോത്രക്കാരനും തമ്മിലുണ്ടായ തർക്കം അത് വെള്ളം സംബന്ധമായിട്ടുള്ള തർക്കമാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഈ ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. ഈ പറയപ്പെട്ട ജുഹനി ഈ അൻസാറുകളുടെ പക്ഷത്തുള്ള ആളുമാണ്. അപ്പോ ഇവരിരുവരും മുഹാജിറുകളെയും അൻസാറുകളെയും അവരുടെ പക്ഷത്തേക്കായിട്ട് സഹായിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ആ തർക്കവും സംഘർഷവും ഉണ്ടായപ്പോ. അപ്പോ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ മുഹാജിറുകളുടെ സഹായം തേടുന്നു, ഈ ജുഹനി ഗോത്രക്കാരൻ അൻസാറുകളുടെ സഹായം തേടുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ സംഘർഷം കുറച്ചൊന്ന് വലുതാവുകയുണ്ടായത്. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന് തന്നെ, യഥാർത്ഥത്തില് അതിന്റെ തുടക്കത്തില് മുഹാജിറുകള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യന്റെ പക്ഷത്തായിട്ടും അൻസാറുകള് മറുപക്ഷത്തായിട്ടും ഒക്കെ കുറച്ച് സംഘടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങള് മനസ്സിലാക്കിയ ഉടനെ അവർക്കിടയിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും പറഞ്ഞൊതുക്കുകയൊക്കെ ചെയ്യാണ്. ഇതാണ് ആ സംഘർഷം. ആ ഒരു സ്കേമിഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രമ്യതയോടുകൂടി പരിഹരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലൂടെയാണ് ഇവരുടെ സാഹോദര്യം നടപ്പിലാക്കപ്പെട്ടതും. അള്ളാഹുവിന്റെ മഹത്തരമായ അനുഗ്രഹം കൊണ്ട് ഹസ്രജുകളും ഈ ഔസ് ഗോത്രക്കാരും ഹസ്രജ് ഗോത്രക്കാരും തമ്മിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന
ആ വൈരം അവസാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ അത്തരം താല്പര്യങ്ങളെ, അത്തരം ഗോത്രപക്ഷപാത പരമായ നിലപാടുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പറ്റിയ സാഹചര്യം ഉണ്ടാക്കാനാണ് മുനാഫിക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തടയുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടൽ നടത്തി ആ പ്രശ്നം ഒതുക്കി. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, മുനാഫിക്കുകളുടെ നേതാവായ ഖസ്റജ് ഗോത്രക്കാരനായ ആള്, അയാള് ഈ പ്രശ്നം ഇതിൽ ഒന്ന് ഇടപെട്ടിട്ട് അതിനെ ഒന്ന് പർവ്വതീകരിച്ച് വലുതാക്കിയെടുത്തു, വലിയ പ്രശ്നമാക്കി മാറ്റി. അപ്പോ അയാള് അൻസാറുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ അഭയാർത്ഥികള് നമ്മുടെ ശത്രുക്കളായി നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണല്ലോ. മക്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരാണ് ഇവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും ഒക്കെ തന്നെ. അപ്പോ അവരിപ്പോ നമുക്ക് എതിരിലാണ് അവര് നീങ്ങുന്നത്. നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ നേരിടാനുള്ള അവസരമാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് കടിക്കുന്ന പട്ടിയെ കാശ് കൊടുത്ത് വാങ്ങിയതുപോലെ ആയിട്ടുണ്ട് ഈ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ. ഈ ഖുറൈശി തണ്ടികളോടുള്ള നമ്മുടെ നിലപാട് ഇത് ഇങ്ങനെയുള്ള ഒന്നായി മാറിയിട്ടുണ്ട് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആ ഘട്ടത്തില് അവരുടെ ആളുകളോട് പറയുകയുണ്ടായത്. ഇതെല്ലാം നിങ്ങൾ സ്വയം വരുത്തി വെച്ച വിനകളാണ്. നിങ്ങളാണ് അവരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത്. സ്വന്തം സ്ഥലവും സമ്പത്തും ഒക്കെ നിങ്ങൾ അവർക്ക് പങ്കുവെച്ച് നൽകുകയും ചെയ്തു. ഇന്ന് തന്നെ നിങ്ങൾ ഈ സഹായ ഹസ്തം പിൻവലിക്കുകയാണെങ്കിൽ ഇവര് ഈ മദീനയില് അലഞ്ഞു തിരിയുന്ന തെണ്ടികളായി മാറുന്നത് നിങ്ങൾക്ക് കാണാം എന്നൊക്കെയുള്ള കടുത്ത വാക്കുകളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അയാളുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളോടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. എന്നിട്ട് അയാൾ തുടർന്ന് പറഞ്ഞത്, മദീനയിൽ നമ്മൾ മടങ്ങിയെത്തുകയാണെങ്കിൽ, ഖുർആൻ ഇത് പരാമർശിക്കുന്നുണ്ട്. അപ്പോ മദീനയിൽ നമ്മൾ മടങ്ങിയെത്തിയാൽ പ്രതാപമുള്ളവര്, പ്രതാപവാന്മാര് ഹീനന്മാരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആ ഘട്ടത്തില് തന്റെ അനുയായികളോട് പറയുകയുണ്ടായത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ മുഹാജിറുകളിൽ പെട്ട പ്രമുഖരായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർക്കും ഇടയിൽ ഇതൊരു ചർച്ച ആയി മാറുന്നുണ്ട്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പ്രതികരിച്ചത്, അള്ളാഹുവിന്റെ ദൂതരെ, നമുക്ക് അയാളെ അങ്ങ് വധിച്ചു കളഞ്ഞാലോ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന ഈ ശല്യക്കാരനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ഫകൈഫ യാ ഉമർ അതഹദ്ദസു നാസ് അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു. ഉമറെ, എന്താണ് പറയുന്നത്? ജനങ്ങള് മുഹമ്മദ് തന്റെ അനുയായികളെ തന്നെ കൊന്നുകളയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് കപടവിശ്വാസികളുടെ നേതാവാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്, മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന നിലക്കാണ് അന്ന് നിലക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതായിരുന്നു അവസ്ഥ. അപ്പം ഇങ്ങനെ ഒരു സംഘർഷം ഈ തടാകത്തിന്റെ അരികത്ത് അവര് തങ്ങി വിശ്രമിച്ച ഘട്ടത്തില് ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവിടെ അധിക നേരം അവരെ അവിടെ നിൽക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അവരോട് വേഗം ആ മുറൈസിയ തടാക പരിസരത്ത് നിന്ന് മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെടാനാണ്. അങ്ങനെ അന്ന് യാത്ര പുറപ്പെട്ട്, അത് പതിവില്ലാത്ത ഒരു രീതിയാണത്. അങ്ങനെ യാത്ര പുറപ്പെട്ട് ദീർഘമായി യാത്ര ചെയ്ത് പിറ്റേ ദിവസം ഉച്ചവരെ എവിടെയും വഴിയിൽ തങ്ങാതെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യായിരുന്നു. എല്ലാവരും അങ്ങേയറ്റം ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ വിശ്രമമില്ലാതെ യാത്ര ചെയ്ത് മദീനയിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയത് യഥാർത്ഥത്തില് അവർക്കിടയിൽ തർക്കവും സംഘർഷവും ഉണ്ടായി വരുന്നതിനെ തടയുക എന്ന ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ്. അപ്പോ വഴിയിൽ വെച്ച് ഉസൈദ് ബിൻ ഹുദൈർ എന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, പതിവിന് വിരുദ്ധമായി എന്തുകൊണ്ടാണ് താങ്കൾ യാത്ര പെട്ടെന്ന് അങ്ങ് ദീർഘിപ്പിച്ച് നടത്താൻ, വിശ്രമമില്ലാതെ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്,
നിങ്ങളുടെ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഉസൈദ് ചോദിക്കുന്നത് ഏത് നേതാവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്ദുല്ലാഹിബ്നു ഉബയ്യ്. അങ്ങനെ ഉസൈദ് പ്രവാചകരെ അയാളുടെ ശരിക്കുള്ള കഥ കേൾക്കണോ താങ്കൾക്ക്? ഈ ഉസൈദ് അൻസാറുകളിൽ പെട്ട ആളാണ്. അപ്പൊ അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ജനങ്ങള് അയാളെ മദീനയിലെ രാജാവായി വാഴിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിച്ചേരുന്നത്. കിരീടം ഉണ്ടാക്കാന് വേണ്ട ഏർപ്പാട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന്റെ പദ്ധതികൾ പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിലുള്ള വിദ്വേഷം തീർക്കുകയാണ് അയാള് എന്നാണ് ഉസൈദ് ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം വിവരിച്ചു കൊടുത്തത്. അപ്പോ കലഹം തീരുന്നതിന് മുമ്പ് തന്നെ ഇയാള് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ യാത്രക്കിടയിൽ മറ്റൊരു കുഴപ്പമുണ്ടാക്കാൻ ഒരവസരം അയാൾക്ക് വീണ് കിട്ടിയത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്നാമത്തെ സംഭവം ഈ വെള്ളത്തിന്റെ പേരിലുള്ള തർക്കം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യനും ജുഹനി ഗോത്രക്കാരനും തമ്മിലുണ്ടായ ആ തർക്കം രമ്യമായി പരിഹരിച്ച് അവര് വേഗം പോരുകയാണല്ലോ. അപ്പോ ആ യാത്രക്കിടയിൽ പിന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിന് മറ്റൊരു അവസരം ഫിത്ന ഉണ്ടാക്കാൻ വീണ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സൂറത്തിലെ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അപ്പോ ഈ രണ്ടാമത് പറയുന്ന സംഭവം ഈ വെള്ളത്തിന്റെ പ്രശ്നമല്ല. ആദ്യത്തെ സംഗതി ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ വെള്ളത്തിന്റെ പ്രശ്നം, വെള്ളത്തിന്റെ പേരിലുള്ള തർക്കം എന്നത് ഈ യാത്രക്കിടയിൽ ഉണ്ടായ ഒരു ചെറിയൊരു വിഷയമാണ്. അതിനെ പെരുപ്പിച്ച് വലുതാക്കി വലിയ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ അപകടകരമായ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഹ്സാബിൽ പരാമർശിച്ച സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിനേക്കാൾ കൂടി വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് പിന്നെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അപ്പോ അത് രൂക്ഷമായ ആഭ്യന്തര കലഹം ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു അത്. അക്കാര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വളരെ വലിയ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട്, സഹനം അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഏറ്റവും ഗംഭീരമായ ചില പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ട് മാത്രമാണ് അതൊരു വലിയ ദുരന്തമായി മാറാതിരുന്നത് എന്നതാണ് വസ്തുത. അതല്ലെങ്കിൽ ഈ 10-13 വർഷക്കാലത്തെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ആ സഹന ജീവിതം, അതുപോലെ മദീനയിൽ എത്തിയതിനു ശേഷം ഇതിനകമുള്ള 5-6 വർഷങ്ങളിൽ അവര് സഹിച്ച അനുഭവങ്ങൾ, ത്യാഗപൂർണമായിട്ടുള്ള അവരുടെ മുന്നേറ്റം, ഇതൊക്കെ തന്നെ നിഷ്പ്രഭമായി പോകുന്ന, അതിനൊക്കെ ഫലശൂന്യമാക്കി മാറ്റുന്ന ഒരു ആഭ്യന്തര കുഴപ്പം അവിടെ ഉടലെടുക്കുമായിരുന്നു എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ പാഠമാണ്. ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നെടുകെ പിളർന്ന അവസ്ഥയുണ്ടായതൊക്കെ തന്നെ ഇത്തരം ചില വിഷവിത്തുക്കൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നത് മനസ്സിലാക്കാൻ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾക്ക് പറ്റാതെ പോകുന്നതാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എത്ര സമർത്ഥമായി, എത്ര നയപരമായിട്ടാണ് ഈ മനുഷ്യ സമൂഹത്തിലെ പുഴുക്കുത്തേറ്റ ഇത്തരം വ്യക്തികൾ ഉണ്ടാക്കുന്ന ദ്രോഹങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തത് എന്നത് നമുക്ക് വലിയ പാഠമാണ്. അതില് പല പ്രാധാന്യമുള്ള കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാനുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആമുഖം അല്ലെങ്കിൽ ഈ സൂറത്തുൽ നൂറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സെഷൻസ് 1-2 സെഷന് കൂടി നീണ്ടുപോകും എന്നതാണ് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ
ഇങ്ങനെ നീണ്ടുപോകാൻ ഉദ്ദേശിച്ചതല്ല, ആഗ്രഹിച്ചതല്ല. പക്ഷെ ഈ സൂറത്ത് ശരിയായ വിധത്തിൽ മനസ്സിലാകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു ധാരണ തുടക്കത്തിൽ തന്നെ ഉണ്ടാവണം എന്നതുകൊണ്ടാണ് 3-4 ദിവസങ്ങൾ ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഇൻഷാല്ല ഒരു 2 ദിവസത്തെ സെഷൻസ് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ആമുഖം അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ പശ്ചാത്തലമൊക്കെ പരിചയപ്പെടുത്തുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.